ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പൊന്നൂസ് ചാനൽ. പൊന്നൂസ് ചാനലിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, താഴെ കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിന്നിവിടെ ഒരു ജാമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതും ടേസ്റ്റി ആയിട്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഞാനിവിടെ പഴുത്തു പോയൊരു പഴം വെച്ചാണ് കേട്ടോ ജാം ഉണ്ടാക്കുന്നത്. പൂവമ്പഴം വെച്ചിട്ട് ഏകദേശം 8 പൂവമ്പഴമ്പോളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിട്ട് ഞാൻ ഈ കുക്കറിലേക്ക് മാറ്റുകയാണ്. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇത് കുഴച്ചെടുക്കുമ്പോൾ പുട്ട് തിന്നുമ്പോൾ ഉപയോഗിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ കൈ കൊണ്ട് കുഴച്ചെടുക്കാൻ മറക്കരുത്. കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കുന്നതായിരിക്കും ബെസ്റ്റ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് കുഴച്ചെടുക്കുക. അതെ, ഇതുപോലെ കുഴച്ചെടുക്കണം. എന്നിട്ട് ഇതിനകത്ത് ഞാൻ വെള്ളം എടുക്കുക. ഇതൊരു മീഡിയം ടൈപ്പ് കപ്പാണ് കേട്ടോ. ഇതിനകത്ത് ഒരു 1.5 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടുക കേട്ടോ. ഞാൻ 8 പഴത്തോളമാണ് എടുത്തേക്കുന്നത്, അതുകൊണ്ടാണ് 1.5 കപ്പ് മീഡിയം കപ്പിൽ. അപ്പം ഇതുപോലെ കുഴച്ചെടുത്തിട്ട് ഞാനൊരു കുക്കറിലേക്ക് വെച്ചിട്ട് ഓൺ ചെയ്ത് ഞാനിത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഒരു വിസിലടിച്ചാൽ മതി, അതിന് കറക്റ്റ് വെന്ത് റെഡിയാവും. ഇവിടെ ഒരു വിസിലോളം ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് തണുക്കാൻ വെക്കാം. ഇവിടെ തണുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതൊരു അരിപ്പയിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. ഇതുപോലത്തെ അരിപ്പ പാത്രം ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും അരിച്ചെടുക്കാനായിട്ട്. ഇതുപോലെ ഒഴിച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം, സ്ക്വീസ് ചെയ്തെടുക്കണം. ഈ ഒരു ഇങ്ങനത്തെ ഇതാവുമ്പോൾ നല്ലതായിട്ട് സ്ക്വീസ് ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ വെള്ളമെല്ലാം നമുക്ക് വേണം, അതുകൊണ്ടാണ് കേട്ടോ. ഗ്യാസ് കത്തിച്ചിട്ട് മുമ്പേ നമ്മളെടുത്ത പഴത്തിൻ്റെ വെള്ളം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അതിനകത്തൊരു ഏകദേശം 8-10 ഗ്രാമ്പു ആയിട്ട് എടുത്തിട്ടുണ്ട്. മുമ്പേ എടുത്ത കപ്പിൽ തന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാര ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് ഇളക്കണം. ഇത് പാളന്തോടൻ പഴമാണെങ്കിൽ നമ്മളൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ നല്ലൊരു കളർ ചേഞ്ച് ഉണ്ടാകും. നല്ല പോലെ ഒരു പിങ്കിഷ് കളർ പോലെ ഇത് വരുന്നതായിരിക്കും. പൂവുമ്പോഴാകുമ്പം കുറച്ച് തണുക്കുമ്പോൾ മാത്രമേ കളർ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് പഞ്ചസാര ഒന്ന് ഇതിലേക്ക് തേക്കണം. കണ്ടില്ല, ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നല്ലപോലെ കുമിളകളൊക്കെ വന്നിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇത് ശരിയാക്കണം. നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിനകത്തൊരു കുറച്ച് 1/2 സ്പൂണോളം നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി നമുക്ക് ആ ഗ്രാമ്പൂ എല്ലാം ഇതിൽ നിന്ന് എടുത്ത് കളയണം. കാരണം ജാമിലത് കടിക്കാൻ പാടില്ല കേട്ടോ. അതുകൊണ്ട് എല്ലാം എടുത്ത് കളയാം. ഞാനിതിവിടെ എല്ലാം ഏകദേശം എല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നന്നായിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചേക്കായതുകൊണ്ട് നന്നായിട്ട് ഇളക്കണ്ടേ. ഇതിൻ്റെ കട്ടിയായിട്ട് വരുന്ന കണ്ടില്ലേ, ഇത്രയും പോരാ. ഇത് നന്നായിട്ടൊന്ന് തിക്കായിട്ട് വരണം. നമുക്ക് കയ്യിലെടുക്കുമ്പോൾ മനസ്സിലാവും അത്. നന്നായിട്ട് നല്ല കളറൊന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ ഒരു കളറിനേക്കാൾ ഇതിൽ ഡാർക്ക് കളറാവും കേട്ടോ തണുക്കുമ്പോൾ. കണ്ടില്ലേ, ഇതുപോലെ ഇതൊരു നൂല് പരുവായി വരുന്നുണ്ട്. ഇനി ഇതുപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നല്ലതായിട്ട് കുമിള വരാണ്ട് ഇതുപോലെ കുമിള നന്നായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ നമുക്ക് ഗ്യാസിൽ വെച്ച് നോക്കാം. ഇതാണ് കറക്റ്റ് പാകം. ഒരു 2 സെക്കൻഡ് കൂടെ നമുക്കിത് വെക്കാം. ഈ കുമിള വന്നതിന് ശേഷം 2 സെക്കൻഡ് വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ തീ ഓഫ് ചെയ്യാൻ പാടുള്ളൂ. ഇനി വെക്കാൻ പാടില്ല കേട്ടോ. ഒത്തിരി കട്ടിയാക്കാതെ ഇത് ഓഫ് ചെയ്യണം നമുക്ക്. ഈ പാകം മതിയാവും. കണ്ടില്ലേ, ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഭയങ്കരമായിട്ട് കട്ടിയാവും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വെക്കാം. തണുത്തിട്ട് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. കണ്ടില്ലേ, ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. കണ്ടോ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ജാം പോലെ തന്നെയാണ് കേട്ടോ ഇതിരിക്കുന്നത്. നല്ല സ്വാദിഷ്ടമായ ഒരു ടേസ്റ്റി ആയിട്ടൊരു വിഭവമാണ്. കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എന്നെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. പ്രത്യേകിച്ച് വീട്ടിൽ കേടായ പഴമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്വാദിഷ്ടമായ വിഭവം ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എന്നെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അയക്കാൻ മറക്കരുത്. നല്ല ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ ജാം. താങ്ക് യു ഫോർ വാച്ചിങ്. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ ഒന്ന് പറഞ്ഞ് ഷെയർ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. പൊന്നൂസ് ചാനൽ സൈനിങ് ഔട്ട്. ബൈ. താങ്ക് യു.